നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്ജി. നമ്മുടെ വീണ വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വരെ എത്തി നിൽക്കുന്നു ഇ ഡിയുടെ അന്വേഷണം എന്നാണ് കഴിഞ്ഞ ആഴ്ച വരെയുള്ള വിലയിരുത്തൽ. പക്ഷേ അതിനിടയ്ക്കാണ് ഷെർണസ് കർത്തെ വീണ്ടും ചോദ്യം ചെയ്തു. വീണയെ ഇനിയും വിളിക്കാൻ സാധ്യതയുണ്ട്. വീണയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അത് ശരണിൽ നിന്നും ആ വിവരങ്ങളൊക്കെ എടുത്തിട്ട് വീണയോട് ചോദിക്കുന്നു. ആദ്യത്തെ 2 ചോദ്യം ചെയ്യലും വീണ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്നാണ് ഇ ഡിയുടെ നിഗമനം. ഇ ഡിയുടെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ആദ്യം SFIയുടെ മുന്നിൽ വീണ അഭിഭാഷകനൊപ്പമാണ് പോയതെങ്കിൽ ഇവിടെ ആ പ്രിവിലേജൊന്നും കിട്ടിയില്ല. വീണ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്തതിലും തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ടും തനിക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ ഈ പണം വന്നു എന്നൊക്കെ ഒരു ഒട്ടും പരസ്പര വിരുദ്ധം, കടകവിരുദ്ധം എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയുള്ളൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണം ഇവിടെ നിന്ന് നിൽക്കില്ലല്ലേ. അന്വേഷണം ഇങ്ങനെ വഴിമാറി പുതിയ തലങ്ങളിലേക്ക്, പുതിയ ആൾക്കാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദ്യമൊക്കെ വലിയ നേട്ടം കിട്ടിയെന്നൊക്കെ ചിലരൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനലബ്ധിയിലൊക്കെ, അല്ലേ, മരുമോൻ എന്ന ആ സ്ഥാനലബ്ധിയിലൊക്കെ ഇപ്പോൾ ചിലർക്ക് നിരാശയുണ്ട്. എന്തായിരിക്കും ഏറ്റവും പുതിയ കാര്യങ്ങൾ? രാജേഷ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. ഈ വീണയുടെ മൊഴി, വീണ പരസ്പര വിരുദ്ധമായി, കടകവിരുദ്ധമായി പറയുന്നു. അതായത് SFIO ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അഭിഭാഷകൻ്റെ സഹായത്തോടു കൂടിയാണ് പോയി സംസാരിച്ചത്. അവിടെ കൊടുത്തിരിക്കുന്ന മൊഴിയും ഇ ഡിക്ക് അതേ വിഷയത്തിൽ ഇ ഡി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഉത്തരവും രണ്ടും രണ്ടാണ്. മറ്റിടത്ത് ഒരു സഹായി അഭിഭാഷകൻ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഉത്തരമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അവിടെ SFIOയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ക്രമക്കേടുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അതിന് ബാഹ്യമായ വിഷയങ്ങളിലേക്ക് അവർക്ക് പോകേണ്ട കാര്യമില്ല, അവർ പോകാറുമില്ല. പക്ഷേ ഇ ഡി അങ്ങനെയല്ല. ഇ ഡിക്ക് സമഗ്രമായിട്ട് ഈ കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷിച്ച് സത്യം അറിയുന്നതിന് വളരെ ആഴത്തിൽ പരിശോധിക്കാൻ നമ്മുടെ മറ്റ് ഏജൻസികൾ, കുറ്റാന്വേഷണ ഏജൻസികൾ നടത്തുന്നത് പോലെ തന്നെ ഇൻ്ററോഗേഷൻ നടത്താനുള്ള ഒരു എന്താ പറയുക, അതിന് കഴിയുന്ന ഏജൻസിയാണ് ഇ ഡി. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യത്തിന് SFIOയ്ക്ക് കൊടുത്ത മറുപടിയും ഇ ഡിക്ക് കൊടുത്ത മറുപടിയും തമ്മിൽ അജഗജാന്തരം, ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതൊരു കാര്യം. അവിടെ നിന്നാണ് ഇതിൻ്റെ നമ്മൾ തുടക്കം. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വീണയുടേതടക്കം 242 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തല്ലോ. ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ അത് വീണയുടെ മാത്രമല്ല, വേറെ ഒരുപാട് പേരുണ്ട്. എല്ലാം കൂടെ 18 കോടി രൂപയാണ് ഫ്രീസ് ചെയ്തത്. അതിൽ വീണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 1.5 ലക്ഷം രൂപയാണ്. ഈ അക്കൗണ്ടുകൾ പരിശോധിക്കും എന്നൊരു സൂചന ലഭിച്ചപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ വീണയുടെ അച്ഛൻ സാക്ഷാൽ പിണറായി വിജയനോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞ്, തുറന്നു നോക്കട്ടെ, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ചോദിച്ചു എന്നുള്ളത് പ്രശാന്തിൻ്റെ ഒരു ജേർണലിസ്റ്റിക് മറുപടിയാണ്. പക്ഷേ ചോദിച്ചു എന്നല്ല, ചില ഇടത് മാധ്യമപ്രവർത്തകർ അത് പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. അല്ലേ? ശരിയായിരിക്കാം. പക്ഷെ നമുക്കൊരു ചർച്ചയിൽ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിക്കാനല്ലേ പറ്റൂ. എന്തായാലും രണ്ടാണെങ്കിലും സംഗതി നടന്നു, രണ്ടാണെങ്കിലും വിഷയം ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഈ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പം ഈ സാധാരണ പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, ഒരു ചെറിയ പൊട്ടിച്ചിരിയോടുകൂടി. അങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെയാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ വന്ന് ഈ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോഴും പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചു, എന്തൊക്കെയോ കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇ ഡി നേരിട്ട് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിലെ വീണയ്ക്ക് അക്കൗണ്ടുള്ള HDFC ബാങ്കിലെ ലോക്കർ തുറന്ന് പരിശോധിച്ചു വീണയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ ആ ലോക്കർ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് സംഗതി കുറെ കൂടെ കുരുങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജേഷിന് ബാങ്കിൽ അക്കൗണ്ടുള്ള ആളല്ലേ. നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഒരു ATM കാർഡ് ഇടുകയോ ഒരു ഗൂഗിൾ പേ ചെയ്യുകയോ എന്ത് ചെയ്താലും കോൾ ഹിസ്റ്ററിയിൽ അതുണ്ടാവും. അപ്പോൾ ഓൺലൈനിൽ കയറുകയാണ്. അല്ല, ഓൺലൈനിൽ എല്ലാം ഡിജിറ്റലാണ്, ഓപ്പറേഷൻസ് എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ രാജേഷിനൊരു ലോക്കർ അക്കൗണ്ട് ഉണ്ടെന്ന് ഇരിക്കുക.
ഈ ലോക്കർ അക്കൗണ്ട് ചെന്ന് രാജേഷ് തുറന്നു ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ലോക്കർ അക്കൗണ്ട് വളരെ സേഫാണ്, അങ്ങേയറ്റം രഹസ്യാത്മകമാണ്. ബാങ്കുകാർ പോലും അവിടെ വന്ന് അതിനകത്ത് അവരുടെ കീ ഉപയോഗിച്ച് തുറന്നിട്ട് അവരങ്ങ് പോകും. പിന്നെ നമ്മൾ നമ്മുടെ കീ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഉപയോഗിച്ച് തുറന്നകത്ത് കയറുകയാണ് ചെയ്യുന്നത്. അവർ വന്ന് നോക്കാറില്ല. അപ്പോൾ ഇവിടെയും ഈ ബാങ്ക് അക്കൗണ്ടിലുള്ള ലോക്കർ ED വന്ന് പരിശോധിച്ചപ്പോൾ അതിനകത്തൊന്നുമില്ല. അപ്പോൾ ED എന്ത് ചെയ്തു? ഏറ്റവും ഒടുവിൽ ഈ ലോക്കർ തുറന്നത് എപ്പോഴാണ് എന്ന് പരിശോധിച്ചു. അത് അവർക്ക് ഉത്തരം കിട്ടി. നമുക്ക് അറിയില്ല, അതൊക്കെ രഹസ്യമാണ്. അതായത് സമീപ ഭാവിയിൽ തന്നെ, അതായത് ഒരല്പം പുറകിൽ, ഒരുപക്ഷെ 1-2 ആഴ്ചകൾക്ക് മുന്നെയോ 1-2 മാസങ്ങൾക്ക് മുമ്പെയോ ഈ ലോക്കർ തുറന്നിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിലയിരുത്തുന്നു. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കർ ലെഡ്ജർ കാണുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ലോക്കർ എന്ന് തുറന്നുള്ളത് ഡിജിറ്റലാണ്. ബാങ്കിൽ അറിയാം, ബാങ്കിൽ വീണയുടെ അക്കൗണ്ടിൽ പോയാൽ അപ്പം തന്നെ അറിയാം. ഇതറിയാൻ EDക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അവരതൊക്കെ കിട്ടി, അവർക്ക് ആ വിവരങ്ങളൊക്കെ കിട്ടി. അതായത് ആ ലോക്കറിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റി എന്നാണ് സംശയിക്കുന്നത്. സ്വാഭാവികമല്ലേ? അപ്പോൾ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പണം എവിടെ പോയി, എങ്ങനെ ചെലവഴിച്ചു? പണം അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നു. ഏതാണ്ട് 2017 മുതൽ 2020 വരെ, 17, 18, 18, 19, 19, 20 വരെയുള്ള 3 വർഷങ്ങളിലായിട്ടാണ് ഈ 2.78 കോടി രൂപ വന്നത്. ആ വന്ന പണം നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചു? 2020 എനിക്ക് തോന്നുന്നു ജൂൺ മാസം 25-നോ 15-നോ എന്തോ ആണ് വീണയും റിയാസും തമ്മിലുള്ള, ജൂണിലോ ജൂലൈയിലോ ആണ് വിവാഹം നടക്കുന്നത് അല്ലേ? രണ്ടുപേരുടെയും 2ാം വിവാഹമാണ്. കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ക്ലിഫ് ഹൗസിൽ വെച്ച്, അതായത് മുഖ്യമന്ത്രി താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് വിവാഹ ചടങ്ങൊക്കെ നടന്നത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം രജിസ്റ്റർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ 2020 ശേഷമാണ് ഈ പണമെല്ലാം ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. നമുക്കും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ED പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലേ നമുക്ക് ചർച്ച ചെയ്യാം. 2019 വരെ എക്സാലോജിക്ക് ഉണ്ടായിരുന്നു. 2017-19 ഏറ്റവും കൂടുതൽ ലാഭം ആ കമ്പനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 14 തുടങ്ങിയത് അല്ല, 2020 ശേഷമാണ് കമ്പനി നഷ്ടത്തിലാണെന്നും അനുമതി. ഈ 2020 ഈ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് കമ്പനി അതൊരു ലാഭത്തിലായിരുന്നു. അതിനുശേഷം കമ്പനി പിന്നീടാണ്, എനിക്ക് തോന്നുന്നത് 22-ലോ 23-ലോ മറ്റോ ഒക്കെ ആണെന്ന് തോന്നുന്നു, ഇവര് കമ്പനി ഇത് ചെയ്യാനായിട്ട്, വർഷം ഓർക്കുന്നില്ല, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അനുമതി തേടി കർണാടക സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നത്, വ്യവസായ വകുപ്പിന് അപേക്ഷ കൊടുക്കുന്നത്. അപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത്. മറ്റേ എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപ വീതം 2 തവണയായിട്ട് വാങ്ങിച്ചു, 50 ലക്ഷം രൂപ. അത് നിലനിൽക്കുക, ആ കടം നിലനിൽക്കുകയാണ്. അത് ഒളിച്ചു വെച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ഇത് കൊടുത്തത്, അനുമതി കൊടുത്തത്. അങ്ങനെ ഒരു കേസ് കർണാടക പോലീസ് എടുത്തതായിട്ട്, വഞ്ചനാ കുറ്റം ചുമത്തി എടുത്തതായിട്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കഥ ഇപ്പോൾ എന്തായി എന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ 2020 ശേഷമാണ് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ ചെലവഴിച്ചു? ഇതിന് ഉത്തരം വീണ പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാജേഷിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വരുന്ന പണം നമ്മൾ എങ്ങനെയായിരിക്കും ചിലവഴിക്കുക? നമ്മുടെ കുടുംബം, വീട്ട്, ഭാര്യ അല്ലേ? എൻ്റെ അക്കൗണ്ടിൽ നിന്ന് സൂക്ഷിക്കാൻ പറ്റാത്ത കുറച്ച് പണം ഞാൻ ആരുടെ അക്കൗണ്ടിൽ ഇടും? എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലിടും, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ അക്കൗണ്ടിലിടും, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ അക്കൗണ്ടിലിടും അല്ലേ? എൻ്റെ അടുത്ത ബന്ധു, എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ അക്കൗണ്ടിലിടാം, ഭാര്യയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അക്കൗണ്ടിലിടാം. അടുപ്പം വേണം. അടുപ്പം വേണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ അത് കുറവാണെങ്കിലും ഇതൊക്കെ സംഭവിക്കാം. കാരണം കള്ളപ്പണം ഒളിപ്പിക്കാൻ ഇങ്ങനത്തെ പല തരികിടകളുണ്ട്. അപ്പോൾ എന്തായാലും ശരി, അവിടെ ഈ സ്വാഭാവികമായിട്ടും 2.78 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്നു, പിൻവലിച്ചിരിക്കുന്നു എന്ന് കാണുമ്പം അതെങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം, 1-2 ലക്ഷം രൂപയോ ഒരു 10 ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇത് കോടികളാവുമ്പോഴത്തേക്കും ചെലവഴിച്ചതിന് കണക്ക് കാണിച്ചു. പണം എവിടെ പോയി, നിങ്ങളത് എവിടെ കൊടുത്തു, ആർക്ക് കൊടുത്തു, എന്ത് ചെയ്തു? ഇതിനൊരു ഉത്തരം, കൃത്യമായ ഉത്തരം വീണ പറയുന്നില്ല. അങ്ങനെയാണ് അത് വീണയുടെ അച്ഛൻ പിണറായി വിജയൻ്റെ അടുക്കലേക്കും വീണയുടെ ഭർത്താവ് ശ്രീമാൻ മുഹമ്മദ് റിയാസിൻ്റെ അടുക്കലേക്കും
വീണയുടെ അമ്മ കമല വിജയനിലേക്കുമൊക്കെ അന്വേഷണം എത്തുന്നത് അങ്ങനെയാണ്. അതെ, 2020 വിവാഹം നടക്കുന്നു. 2021 മെയ് മാസമായപ്പോൾ മുഹമ്മദ് റിയാസ് ജയിച്ച് MLA മന്ത്രിയാകും. പിന്നീട് അങ്ങോട്ടുള്ള അന്നത്തെ 5 വർഷത്തെ മുഹമ്മദ് റിയാസ് PWD മന്ത്രിയായിട്ട് ടൂറിസം PWD മന്ത്രിയാണ്. ഈ മന്ത്രിയായിരുന്ന കാലത്തെ ഇടപാടുകളാണ് ഇനി അന്വേഷിക്കാൻ പോകുന്നത് അല്ലേ? ഇനി വരുന്നു മറ്റൊരു കുരുക്ക് കൂടി അതിനകത്തുണ്ട്. അതാണ് ഈ റിയാസിലേക്ക് അന്വേഷണം തിരിയാനുള്ള കാരണം അതാണെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ED എന്തുകൊണ്ട് റിയാസിനെ റഡാറിൽ പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില സ്പെക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചില ഊഹങ്ങളാണ്, ചില നിഗമനങ്ങളാണ് അല്ലേ? ഇത് ഇന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് ED അതിന് പത്രക്കുറിപ്പ് ഇറക്കണം. തിരുവനന്തപുരത്ത് അന്ന് കഴിഞ്ഞ മെയ് 17 പിണറായിയുടെ ഇവിടെ വാടക വീട്ടിൽ വീണയെ തേടി ED എത്തി. 17 അതേ സമയത്ത് തന്നെയാണ് കോട്ടുള്ളിയിലെ കോഴിക്കോട് റിയാസിന്റെ വീട്ടില് റിയാസിന്റെ അമ്മയും അച്ഛനും ഒക്കെ താമസിക്കുന്ന വീട്ടില് അല്ല, പാണ്ഡ്യാലയിലുള്ള പിണറായി വിജയന്റെ വീട് വീട്ടിലുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഒരേ സമയത്താണ് റെയ്ഡ് നടക്കുന്നത്. ഇങ്ങനെ ഒരേ സമയത്ത് റെയ്ഡ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ റെയ്ഡ് നടന്നത് ആരുടെയൊക്കെ വീടുകളിലാണോ അവരെല്ലാം EDയുടെ റഡാറിൽ പെടും. ED അവരെല്ലാം ചോദ്യം ചെയ്യാൻ റിയാസിന്റെ കോഴിക്കോട് വീട്ടിൽ പോകേണ്ട, കോട്ടുള്ളിൽ വീട്ടിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ വീണയുടെ ഭർത്താവിന്റെ വീടാണ്. ലഭിച്ച തെളിവുകൾ വെച്ചിട്ടാണ്. കാരണം വീണ അവിടെയും താമസിക്കാറുണ്ട്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതാണ് ED അന്വേഷിക്കുന്നത്. ഇനി മറ്റൊരു വിഷയം, ഇവരെ കല്യാണം കഴിയുന്നത് 2020 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ? ഏതാണ്ട് ഒരു വർഷം അല്ലേ? ഒരു 10 മാസം 11 മാസത്തിന്റെ ഒരു 10 മാസത്തിന്റെ ഗ്യാപ്പെങ്കിലും അല്ലേ? അതിനേക്കാൾ വലിയൊരു വിഷയമുണ്ട് രാജേഷ് ജി. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കണമല്ലോ, അതിൻ്റെ കൂടെ ഒരു സത്യവാങ്മൂലം കൊടുക്കണമല്ലോ. ആ സത്യവാങ്മൂലത്തിനകത്ത് ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം അല്ലേ? ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, എത്ര പവൻ്റെ സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഇതൊക്കെ ചെയ്യണം. അതുപോലെ സ്ത്രീയാണ് മത്സരിക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തണം ഇല്ലേ? അത് നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ ഒരു വാർഡ്, ഒരു പഞ്ചായത്ത് അംഗം തൊട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഇത് കാണിച്ചേ പറ്റൂ. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, റിയാസ് 2021 മത്സരിക്കുമ്പോൾ വീണയുടെ സ്വത്ത് വിവരങ്ങൾ യഥാതഥമായി സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റിയാസിന് ഭയപ്പെടാനൊന്നുമില്ല. ED വിളിച്ച് ചോദിക്കുമ്പം വ്യക്തമായിട്ട് തെളിവുകളൊക്കെ കൊടുത്താൽ മതി, കഴിഞ്ഞു. പക്ഷെ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ റിയാസും പെടും, ഉറപ്പാണ്. ഇതാണിപ്പോൾ വാസ്തവത്തിൽ വീണ തായ്ക്കണ്ടിയെയും അച്ഛൻ പിണറായി വിജയനെയും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെയും ഒക്കെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതായത് 2020 വരെ 2017-19 വരെ എക്സാലോജിക്ക് വൻ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു. അത് ED അന്വേഷിക്കുന്നു. 20 വിവാഹം, 20 പോട്ടെ, 21 ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ വീണ വിജയന്റെ ആസ്തി കാണിച്ചിരിക്കണം അല്ലേ? ആ ആസ്തി, ഈ ലാഭം ആ ആസ്തിയിലുണ്ടോ? ഇതാണ് ഇവിടുത്തെ. അപ്പോൾ 2021 ആ ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത മാർച്ച് ഏപ്രിൽ ആ മാസത്തിന് 20 വിവാഹം, ഒരു 6-7 മാസം നാമനിർദ്ദേശ പത്രികയോടൊപ്പം, അതായത് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് നോട്ടിഫിക്കേഷൻ വരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് ഏപ്രിൽ എന്ന് തന്നെ കൂട്ടാം. ഏപ്രിൽ മാസത്തിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം വെടിപ്പായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ ഭാര്യയ്ക്ക് കിട്ടിയ ലാഭം നേരത്തെ പറഞ്ഞില്ലേ, 2019 വരെ എക്സാലോജിക്ക് ലാഭത്തിലായിരുന്നു. 2021 എവിടെ ഈ ലാഭം, അതിനുശേഷം ഇതിനുണ്ടായ നഷ്ടം, ഇതൊക്കെ കൃത്യമായിട്ട് ജീവനുള്ള തെളിവുകളാണ് ഇതെല്ലാം. അതിനെ സംബന്ധിക്കുന്ന വ്യക്തത മുഹമ്മദ് റിയാസ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭയപ്പെടാനൊന്നുമില്ല. ഇല്ലെങ്കിൽ EDയുടെ മുന്നിൽ ചെന്നിരുന്ന് വിയർക്കുകയേ വഴിയുള്ളൂ. അതിലാണ് സുപ്രധാനമായ തെളിവുകൾ EDക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെയാണ് ആ കാലയളവിലാണ്
ഈ പണത്തിന്റെ ട്രാൻസാക്ഷൻ അത് ഈ 2.72 കോടി ആയിരിക്കില്ല, 2.78 കോടി രൂപ ഈ അക്കൗണ്ട് വഴി വന്നിരിക്കുന്നതാണ്. അക്കൗണ്ട് വഴി വരികയും പോവുകയും ചെയ്തതിനൊക്കെ കണക്കുണ്ട്. അതിനപ്പുറത്ത് വേറെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അന്ന് ചില കേന്ദ്രങ്ങൾ BJPയിലെ ചില നേതാക്കളടക്കം അന്ന് അവർ വ്യക്തമായിട്ട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകൾക്ക് മുഹമ്മദ് റിയാസ്, അപ്പോൾ മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞു, ആയിക്കോട്ടെ, അത് അവരുടെ താല്പര്യം, അവരുടെ കുടുംബപരമൊക്കെ. പക്ഷേ ഈ വിവാഹം കഴിയുന്ന അടുത്ത മാസം മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നു, MLA ആകുന്നു, ഉടനെ മന്ത്രിയാകുന്നു. അപ്പോൾ MLA സ്ഥാനത്തിലും മുഹമ്മദ് റിയാസ് രണ്ട് കാര്യങ്ങളാണ്. മുഹമ്മദ് റിയാസിനെ കുറിച്ച് നമ്മൾ പണ്ട് എന്താ കേട്ടിട്ടുള്ളത്, വലിയ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ ജനശ്രദ്ധ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകുന്നത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. കോഴിക്കോട് സീറ്റിൽ വീരേന്ദ്രകുമാറിനെ വെട്ടിയിട്ട് അവിടെ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവന്നു. അതിനു മുമ്പ് അയാൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് 2005 മത്സരിച്ചു, തോറ്റു. CPMകാർ തന്നെ കാലുവാരി തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ അയാളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്, ഞാൻ വർഷം ഓർക്കുന്നില്ല, ഈ 2005നും 2009നും ഇടയ്ക്ക് ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസ് അടിച്ചു തകർത്ത് അവിടെ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി. ആ കേസിൽ, അതായത് SFIക്കാരെയും കൂട്ടിപ്പോയി അവിടെ അക്രമം കാണിച്ചു, CPMകാരെയും ഒക്കെ കൂട്ടിപ്പോയി അക്രമം കാണിച്ചു എന്നുള്ളൊരു കേസുണ്ട്, അവിടെ തല്ലി തകർത്തു. അതിൽ ഏതാണ്ട് 65 ദിവസം റിമാൻഡിലായിരുന്നു മുഹമ്മദ് റിയാസ്. പിന്നീടാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഈ രണ്ട് സംഭവങ്ങളല്ലാതെ മുഹമ്മദ് റിയാസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. മുഹമ്മദ് റിയാസ് ആരാണ്, അയാളുടെ കുടുംബ പശ്ചാത്തലം എന്താണ് എന്നൊന്നും ആരും അന്വേഷിച്ചിരുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല, ഒരു നേതാവ്, അത്രയേ ഉള്ളൂ. പക്ഷേ 2009 മുഹമ്മദ് റിയാസ് അപ്രതീക്ഷിതമായി കോഴിക്കോട് MP സ്ഥാനാർത്ഥി ആയപ്പോഴാണ് റിയാസിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത്. റിയാസ് ആരാണ്, എന്താണ്, ഒരുപാട് ദുരൂഹതകളും മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അവരുടെ പാർട്ടി സംബന്ധമായ ശ്രീ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ചർച്ച നമുക്ക് ചെയ്യേണ്ട വിഷയമല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സത്യവാങ്മൂലത്തിൽ എന്തോ ഒരു ഒളിച്ചുകളി നടന്നിട്ടുള്ളതായിട്ട് ED സംശയിക്കുന്നുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ കൃത്യമായിട്ട് ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പൂർണ്ണമായും വ്യക്തതയുണ്ടോ, സുതാര്യതയുണ്ടോ എന്നൊക്കെയുള്ള സംശയം ഉയർന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ 2017 മുതൽ നടത്തിയ പണമിടപാടുകൾ, ആ പണം കിട്ടിയ ലാഭം ഒക്കെ എങ്ങനെ ചെലവഴിച്ചു, അതിനൊക്കെ വെറുതെ കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നടക്കൂല, പിടി വീഴും, കൃത്യമാണ്. അത് നിങ്ങൾ ഇൻകം ടാക്സിൽ കൊടുക്കാം, ടാക്സ് വെട്ടിക്കാൻ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ EDയുടെ അടുത്ത് അതൊന്നും നടക്കില്ല, വളരെ കൃത്യമായിട്ട് പൊക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണയ്ക്ക് പുറകെ അച്ഛൻ പിണറായി വിജയനും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസും റഡാറിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ED വെറുതെ പാണ്ഡ്യാലയിലെ പിണറായിയുടെ വീടും കോട്ടൂളിയിലെ മുഹമ്മദ് റിയാസിൻ്റെ വീടും ഒന്നും ED വെറുതെ ചായ കുടിക്കാനും സന്ദർശിക്കാനും വന്നതല്ല. വളരെ കൃത്യമായിട്ട് ED അവരുടെ കയ്യിൽ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് അതിനെ ഒന്നും കുറച്ച് കാണണ്ട. ഇപ്പം നമുക്ക് വരാൻ പോകുന്നത്, വീണയെ ചോദ്യം ചെയ്യാൻ ഇനി വിളിപ്പിക്കുന്നതിന് മുമ്പോ പിമ്പോ മുഹമ്മദ് റിയാസിനെയും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, അല്ലെങ്കിൽ സമൻസ് കൊടുത്ത് വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ ED നേരിട്ട് വരും. എന്താണെങ്കിലും ഈ ഒരു റഡാറിനകത്ത് ഇവരെല്ലാം പെട്ടിരിക്കുകയാണ്. EDയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കുകയും കൃത്യമായ രേഖകൾ കൊടുക്കുകയും ചെയ്താൽ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വെള്ളം കുടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.